ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കാണുന്ന പോലെയൊന്നും അല്ല ആള്. ഒരു മഹാപ്രസ്ഥാനമാ. ഒരാളെ ചതിച്ച് വീഴ്ത്തണോ? ദേ പറഞ്ഞാ മതി, ഒരു മിനിറ്റ് വേണ്ട അളിയന്റെ അമ്മയ്ക്ക്. എന്നെ ഒന്ന് താങ്ങിയതാണല്ലേ? ഏയ് ചുമ്മാ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ എല്ലാം കുറ്റം ഋതിക മാഡത്തിന്റെ തലയില. ഒരാളെ കുറ്റം പറയുന്നതിനും നാണം കെടുത്തുന്നതിനൊക്കെ ഒരു അതിര് വേണം. ഭാര്യ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയെങ്കിലേ അവളെ വിളിച്ചോണ്ട് അച്ഛൻ വീട്ടിൽ പുറത്തേക്ക് വെക്കോ. ഒരു ഭർത്താവ് വന്നിരിക്കുന്നു. മാഡം, മാഡം വാ. മാഡം, നമുക്കിപ്പോ കഷ്ടകാലാണെന്ന് കരുതിയാ മതി. അതാ ഇത്തരം മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതൊന്നും സാരമില്ല രാജു. താങ്ക്സ് മാഡം. വളരെ പെട്ടെന്ന് രുക്മിണി ആന്റിയുടെ പ്രോബ്ലം സോൾവ് ചെയ്തതിന്. അതിന് നന്ദിയൊന്നും വേണ്ട രാജു, അതെന്റെ കടമയാ. ഈ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായാ അത് സോൾവ് ചെയ്യാനുള്ള കടമ എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഇതിനെല്ലാം കാരണക്കാരി ഞാനാ. ഐ ആം ദി പ്രോബ്ലം ഓഫ് എവറിത്തിങ്. അല്ല, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഇതെങ്ങനെയാ കൈകാര്യം ചെയ്ത്? കൊല്ലാൻ വന്ന രമ്യയുടെ അമ്മ പിന്നെ വിറച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. അതൊരു മാജിക്കാ. തൽക്കാലം അങ്ങനെ കരുതിയാ മതി. ഓ, മാജിക് ഒക്കെ അറിയാല്ലേ? അതെന്തായാലും നന്നായി. ഇതുപോലുള്ള മാജിക് ഇനിയും ഇറക്കേണ്ടി വരും. ചിലരൊക്കെ ഒന്ന് ശരിപ്പെടുത്താനുണ്ട്. എന്റെ പുന്നക്കീഴിലമ്മേ, ഇവള് മേജിക് കാണിച്ച് എന്നെ പുറത്താക്കുവോ? മാഡം, എന്തായാലും നമ്മുടെ ഭാവി കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ രാജു? ഋതിക മാഡത്തിന്റെ അമ്മ എനിക്ക് കത്ത് തന്ന കാര്യം മാഡത്തോട് ഇപ്പൊ പറയണോ? പറഞ്ഞേക്കാം. എന്താ രാജു? രാജു, ഞാനും മാഡവും തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടി മറ്റൊരാൾ കൂടി ആഗ്രഹിച്ചു. മറ്റൊരാൾ? അതാരാ രാജു? മൈ ഗോഡ്, എന്റെ ദൈവം. എന്തായാലും മാഡത്തിന്റെ അമ്മയെ എങ്ങനെയും ഞാൻ കണ്ടെത്തും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും. അത് ശരി, ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുമായിരുന്നു അല്ലേ? അയ്യോ അല്ല, എന്റെ അനുവാദമില്ലാതെ എന്റെ കണ്ണ് ഒന്ന് അങ്ങോട്ട് നോക്കിപ്പോയി. അപ്പൊ സ്വന്തം കണ്ണ് പോലും അളിയന്റെ അമ്മയുടെ കൺട്രോളിലല്ല. ഓ അതേന്ന്, ഒരു കഷ്ടകാല് എന്തോ ചെയ്യാൻ പറ്റും. അപ്പൊ പുലി പോലെ ചീറ്റി വന്ന ആ പലിശക്കാരിയെ എലി പോലെ ആക്കി വിട്ടതിന്റെ പിന്നില് എന്റെ ചക്കരക്കുട്ടിയായിരുന്നല്ലേ. എന്റെ അക്കൗണ്ടൊക്കെ ചിലപ്പോ ഫ്രീസായിന്നൊക്കെ ഇരിക്കും. അതാരും പറ്റിക്കാനല്ല. അക്കൗണ്ട് ഫ്രീസ് ആയാലും എന്നെ കൊണ്ട് ചിലതൊക്കെ സാധിക്കാൻ പറ്റുമെന്ന് വല്ലവിക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. പിന്നെ
അളിയന്റെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലാവും. എത്ര എത്ര മുതലിയാർമാരുടെയും ചെട്ടിയാരുടെയൊക്കെ വീട്ടിൽ ജോലിക്ക് നിന്ന ആളാണെന്നറിയോ ഈ അളിയന്റെ അമ്മ. ഈ കാണുന്ന പോലെയൊന്നും അല്ല ആള്. ഒരു മഹാപ്രസ്ഥാനമാ. ഒരാളെ ചതിച്ച് വീഴ്ത്തണോ? ദേ പറഞ്ഞാ മതി, ഒരു മിനിറ്റ് വേണ്ട അളിയന്റെ അമ്മയ്ക്ക്. എന്നെ ഒന്ന് താങ്ങിയതാണല്ലേ? ഏയ് ചുമ്മാ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എന്റെ ഭാര്യയുടെ നേരെ ഒന്നിനും വരരുത്. പറപ്പിക്കും ഞാൻ. ഇവന് ഇവളും ചില്ലറ കക്ഷികളൊന്നും അല്ല. ദൈവമേ, നല്ല പാരകളിലാകാനുള്ള അടയ്ക്കാമരമാക്കി തരണേ. ശരി. അതെന്താ രുക്മിണി അങ്ങനെ കാണിച്ചേ? വെറുതെ ഗുണ്ടകളെയും പറഞ്ഞു വിട്ട് അവളോട് ചോദിച്ചിട്ട് എന്നാ കാര്യം? അംബികെ, രുക്മിണി എന്തു പണിയായി കാണിച്ചേ? അവരെ എല്ലാത്തിനും അടിച്ചിറക്കുന്നതിന് പകരം പ്രശ്നം കോംപ്രമൈസ് ആക്കിയോ? അപ്പോ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊന്നും അംബിക അറിഞ്ഞില്ല അല്ലേ? ഇല്ല. എന്തു പ്രശ്നം? ആ ഋതികെ അവളുടെ ഒരു ഡിവൈഎസ്പി ആയിട്ട് ഇവിടെ വന്നു. വാടകച്ചീട്ടിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ലെന്നും അത് തീരുന്നതിന് മുമ്പ് ഇറക്കി വിടാൻ പറ്റില്ല അത്രേ. അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കേണ്ടി വന്നു. നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് നശിപ്പിച്ചില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഓ, SP പറഞ്ഞാ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റൂ? ആ SP അവളെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. ഓക്കെ. ഇന്നിവനെ ഞാൻ ശരിയാക്കി കൊടുക്കാം. അവന്റെ ഒരു പോലീസ് കണക്ഷൻ. ഈ നായ്ക്കളെയൊക്കെ തെരുവിലിറക്കാന്നുള്ള എന്റെ പ്ലാനാ പൊളിഞ്ഞില്ലാതായത്. രാജു ഒന്ന് നിന്നേ. പ്രതാപന്റെ PA ആണെന്ന് കരുതി എന്തോ അങ്ങ് ചെയ്തു കളയാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? മനസ്സിലായില്ലേടാ?